CPM വിമതന്മാരുടെ കൂട്ടായ്മയ്ക്ക് PV അൻവർ. മലമ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മുൻ PA-യുമായ A സുരേഷുമായി കൂടിക്കാഴ്ച നടത്തി ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ. CPM-ൽ നിന്ന് വിട്ടുവന്ന എല്ലാ നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. CPM-ൽ നിന്ന് വിട്ടുപോയവരുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകാൻ ശ്രമിക്കും. അതിന്റെ രൂപം UDF നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയുന്ന നിരവധി പേരുകളുണ്ട്. മുതിർന്ന നേതാക്കളായ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും തനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി സത്തിന്റെ പേരിൽ ഇടതുപക്ഷം വിട്ട് മറുപക്ഷത്ത് വന്നവരാരും ഒറ്റപ്പെട്ടു പോകരുത്. CPM-ൽ നിന്ന് വന്നവരാരും ലാഭക്കച്ചവടക്കാരല്ല, വമ്പൻ നഷ്ടം സഹിച്ചു വന്നവരാണ്. സ്വാഭാവികമായി ഒരു ഇടത് രാഷ്ട്രീയം ഉണ്ടാവണമെന്ന് തന്നെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കൂട്ടായ്മ ഇവിടെ വേണം. ഒറ്റപ്പെട്ട ആരും ആക്രമണത്തിന് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. UDF നേതൃത്വവുമായി ആലോചിച്ച് ഈ പ്ലാറ്റ്ഫോമിന് രൂപം നൽകുമെന്നും PV അൻവർ പറഞ്ഞു. PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയം ശരിയായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ വ്യക്തമാകുമെന്ന് A സുരേഷ് പറഞ്ഞു. PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയം ജനം ഏറ്റെടുത്തു. അൻവറുമായി ദീർഘകാലത്തെ സൗഹൃദമുണ്ടെന്നും സുരേഷ് പറഞ്ഞു. CPM-ന്റെ ജനവിരുദ്ധ രാഷ്ട്രീയം, ഏകാധിപത്യ രാഷ്ട്രീയം എന്നിവയ്ക്കെതിരെ പോരാട്ടം ആരംഭിച്ചത് PV അൻവറാണ്. അതിനുശേഷമാണ് ഇതിന് വലിയ രൂപം കൈവന്നത്. അതാണ് തെരഞ്ഞെടുപ്പ് ഫലമായി വരാൻ പോകുന്നത്. ആശ്വാസവാക്കായിട്ടാണ് അൻവർ വന്നത്. അദ്ദേഹം തനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിലും സന്തോഷമുണ്ട്. നിലവിൽ ഇടത് രാഷ്ട്രീയം ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യുന്നത് UDF ആണ്. അതിന് ശരിയായ അർത്ഥമുണ്ട്. അതിനെ മറ്റു രീതിയിൽ കാണേണ്ടതില്ലെന്നും സുരേഷ് പറഞ്ഞു.